അയാൾ നമ്മുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട് നമ്മളൊരു പേര് കണ്ടെത്തി. അതുപോലെ തന്നെ അതിൻ്റെ ലോഗോ ഡിസൈനിങ് വേണം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്ക് അത്യാവശ്യം ബഡ്ജറ്റ് അവർ പറയുന്നുണ്ട്. നമുക്ക് മാക്സിമം ബഡ്ജറ്റ് കുറച്ച് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുകയാണ്. സോ ഞാൻ കരുതി ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ എന്തായാലും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാണ്. അത് ഞാൻ നിങ്ങളെ കാണിക്കാറ് എങ്ങനെയുണ്ട് എന്നുള്ള ഒരു നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായിട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഞാൻ ക്യാൻവയാണ് യൂസ് ചെയ്യുന്നത്. ക്യാൻവയിൽ നമുക്കിപ്പോൾ പ്രൊഫൈൽ നമ്മൾ സെലക്ട് ചെയ്തു. ഹോം എടുക്കാം. ഹോമിൽ നമുക്ക് ലോഗോ ഡിസൈനിങ്ങിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അപ്പോൾ ഈ ഒരു പ്രൊഫൈൽ നമുക്ക് ഫുള്ളി ബ്ലാക്കിനകത്ത് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു പേജ് സെലക്ട് ചെയ്യണം. കളർ ഗ്രേഡ് എടുത്തു, ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ പേര് കൊടുക്കാം. പേര് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ഹെവൻ എന്നാണ്. നമുക്ക് ആ പേര് കൊടുക്കാം. നമുക്കിതിൻ്റെ ഫോണ്ട് ഒന്ന് മാറ്റണം. ഫോണ്ട് മാറ്റാനായിട്ട് ഞാനിപ്പോൾ ഫിൻഡലിൻ്റെ ഫോണ്ടാണ് ഞാൻ സെലക്ട് ചെയ്തേക്കുന്നത്, ഫിൻഡൽ. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ക്യാപ്ഷൻ പോലെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതായത് ക്രാഫ്റ്റഡ് ബൈ നേച്ചർ, പെർഫെക്റ്റഡ് ഫോർ യു. നമുക്കിനി ഇതിൻ്റെ ലോഗോയുടെ ഡിസൈനിലേക്ക് പോകാം. ഞാൻ റീസെൻ്റ്ലി ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് ജിയുടെ ഒരു സിമ്പിൾ വരുന്ന രീതിയിൽ ലീഫും നമ്മൾ നാച്ചുറൽ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ ഹെവൻ എന്നുള്ളൊരു പേര് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതായത് നാച്ചുറലാണ്, അതുപോലെ തന്നെ ഒരു ക്വാളിറ്റി, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലക്ഷറി, ഇതൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു നെയിമാണ് ഗ്രീൻ ഹെവൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു പേര് അതുകൊണ്ട് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ജി നമുക്കിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങൾ ക്ലിയർ ആയി. നമ്മുടെ ക്രാഫ്റ്റഡ് ബൈ ആ ഒരു ക്യാപ്ഷനിൽ ഫോട്ടോ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെയാണ്. നമുക്കിനി ഇത് ജസ്റ്റ് ഒന്ന് പൊസിഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്കിതിന് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യണം. ഞാൻ റീസെൻ്റ്ലി യൂസ് ചെയ്തിട്ടുള്ള കുറച്ച് സംഭവം ഇതാണ്. ഇതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. ലെയർ മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫോണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യണം.
ഫോണ്ടിൻ്റെ കളർ നമുക്ക് ആ ഒരു ലോഗോയുമായിട്ട് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള കളർ തന്നെ കൊടുക്കാം. ഓക്കെയാണ്. അതുപോലെ തന്നെ ക്യാപ്ഷൻ്റെയും കൊടുക്കണം. ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമുക്കതിൻ്റെ എഫക്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്ന ലോഗോയുടെ ഒരു കുറച്ചുകൂടെ നമുക്ക് ചെറുതാക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ വലിയ പ്രൊഫഷണൽ ഒന്നും അല്ല, ജസ്റ്റ് നമുക്ക് അറിയുന്ന രീതിയിലൊക്കെ ചെയ്ത ഒരു അനുഭവത്തിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് അറിയിക്കുക. നമ്മുടെ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോഗോയാണ്. സോ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ.